ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു പുതിയൊരു കറിച്ചട്ടി മേടിച്ച്, അപ്പം പുതിയ കറിച്ചട്ടി എങ്ങനെയാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്, ഇങ്ങനെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ കറുത്ത കോട്ടിങ്ങുള്ള ഒരു മൺചട്ടിയാണ് ഞാൻ മേടിച്ചത്. എനിക്ക് മൺചട്ടി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ഗ്യാസിനകത്തോട്ട് വെക്കാം കറിച്ചട്ടി. എന്നിട്ട് നമുക്ക് നമ്മുടെ അരി വേവിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അരി വേവിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ആ കട്ട ഭാഗം ഉണ്ടല്ലോ, അരിച്ചെടുത്തിട്ട് ആ കട്ട ഭാഗം എടുക്കണം. അപ്പോൾ നമ്മൾ ആ കട്ട ഭാഗം നമ്മൾ ഈ കറിച്ചട്ടിയിലേക്ക് ഒഴിക്കുക. കറിച്ചട്ടിയിൽ നിറച്ചുമാവുന്ന രീതിയിൽ ഒഴിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അത് പിടിക്കുന്ന ആ ഒരു ഇത് ജസ്റ്റ് അതിൻ്റെ മയം പറ്റുന്ന രീതിയിൽ നിറച്ചാക്കണം. നമ്മൾ അങ്ങനെ ചെയ്യണം. നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ചെയ്യുന്നത് ആയിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നിറച്ചതി വെള്ളം ചേർത്ത് വെച്ചിട്ട് നമ്മളിത് നല്ല രീതി വെട്ടി തിളപ്പിക്കണം. നന്നായി തിളച്ച് വരണം. അങ്ങനെ തിളച്ച് വരുന്ന കഴിഞ്ഞിട്ട് നമ്മളിത് 3 ദിവസം അതേപോലെ ചെയ്യണം. നാളെയും അതേ കണക്ക് പിറ്റേ ദിവസവും അതേപോലെ വെച്ച് തിളപ്പിക്കണം. അങ്ങനെ 3 ദിവസവും അതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തിളപ്പിച്ച് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് ഉരച്ച് കഴുകണം. നമ്മൾ സ്ക്രബോ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല നമ്മുടെ ഇതുണ്ടല്ലോ വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആ കറിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതി തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടിങ് ചെയ്യുന്ന രീതിയിൽ അകത്ത് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം, ഇത് നല്ല ചൂടായത് നല്ല ഇത് ആവുന്ന കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും അതിനകത്ത് വെക്കാം, കറികളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റ ബൈ. വീണ്ടും അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം. ഓക്കേ.